ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും NPD പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ദാറ്റ് ഇൻവോൾവ്സ് എക്സസീവ് ഫോക്കസ് ഓൺ വൺസെൽഫ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഓർ ഇഗ്നോർ അതേഴ്സ് എന്നാണ് നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ NPD പറ്റിയിട്ടാണ്. അപ്പോൾ അതിന്റെ കുറച്ച് സിംറ്റംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ കാര്യമാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ഞാനാണ് എല്ലാം, അതായത് ഞാനാണ് ഏറ്റവും മുകളിൽ, ഞാനാണ് എല്ലാം, എന്നെ ചുറ്റിപ്പറ്റി ആയിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. എല്ലാത്തിന്റെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ഞാനാണെന്നുള്ളൊരു വിചാരം. അതിപ്പോ ഒരു കല്യാണത്തിന് പോയാലും ആളായിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ, അതിപ്പോ പള്ളിയിൽ പോയാലും ആളായിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു വിചാരമാണ് അതിന്റെ ഒരു ഒന്നാമത്തെ സിംറ്റം ആയിട്ട് വരുന്നത്. രണ്ടാമത്തേതാണ്, അവർ കൂടെ ഉള്ളവരുടെ ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെയോ അവരുടെ ഇഷ്ടങ്ങളെയോ മനസ്സിലാക്കാണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് ഈ കൂടെ ഉള്ളവരെ കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സിംറ്റം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എമ്പതി ഒട്ടും ഉണ്ടാവില്ല. അതായത് അവർക്കാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കണം എന്നുള്ളതല്ലാണ്ട് നിങ്ങളുടെ കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് കൂടെ ഉള്ളവരുടെ, അതായത് ക്ലോസ് ടു വൺസിന്റെ ആഗ്രഹങ്ങളെ പറ്റിയിട്ട് പോലും ഒരു കൺസേൺ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വലിയ സപ്പോർട്ട് ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യുകയുണ്ടാവില്ല. പക്ഷെങ്കിൽ നിങ്ങളെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് അവർ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കമ്മിറ്റ്മെന്റും ലോയാലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതല്ലാണ്ട് മറ്റുള്ളവരെ പറ്റിയിട്ട് ഒരു ചിന്തയും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഫാമിലി ഹിസ്റ്ററി ആവാം, അല്ലെങ്കിൽ നമ്മുടെ പേരന്റിങ് ആവാം. ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ ഫേസ് ചെയ്യാത്ത പക്ഷം, അതായത് നമ്മളുടെ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെ ഫേസ് ചെയ്യാത്ത പക്ഷം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുകയുള്ളൂ. കാരണം മനുഷ്യൻ എപ്പോഴും സാഹചര്യത്തിന് അടിമയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സെൽഫ് റെസ്പെക്ട് ആൻഡ് NPD എന്നുള്ളത് രണ്ടും രണ്ടാണ്. അത് വേ ഇത് റേ. അപ്പോൾ രണ്ടുകൂടെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. കാരണം സെൽഫ് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു മതിപ്പാണ്, ആൻഡ് അതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, മറ്റുള്ളവരെ പറ്റി മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ NPD എന്ന് പറയുമ്പോൾ ആളുടെ പുറത്ത് എക്സസീവ് ഫോക്കസും ആൻഡ് മറ്റുള്ളവരെ പറ്റി ഒരു കെയറും ചെയ്യാണ്ട് അറ്റ് ദ സെയിം ടൈം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ NPD എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഡീൽ ചെയ്യാമെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത്, നിങ്ങളുടെ ബൗണ്ടറീസ് എന്താണെന്നുള്ളതിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ്, ഡോണ്ട് ബി സബ്മിസീവ്. ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ആള് CA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്റേൺഷിപ്പിന് പോകും. അപ്പൊ അതൊരു ചെറിയ സ്റ്റൈപ്പൻഡ് 1000-2000 രൂപ മറ്റോ കിട്ടുന്ന ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് വന്നപ്പോൾ ആൾ ആ കമ്പനിയിലുള്ള മാനേജറിനടുക്കെ ചെന്നിട്ട് ഇതുപോലെ പറഞ്ഞു, ഇന്ന കാര്യമാണ് ഞാൻ ചെയ്തത്, അതിന്റെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ള രീതിയിൽ ആൾ ചോദിച്ചപ്പോൾ എടുത്ത വായിൽ ആ മാനേജർ പറഞ്ഞത്, ഇനിയും നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പല്ലടിച്ച് എണ്ണാക്കിലിടുന്നു. അപ്പോൾ ഇവൻ തിരിച്ചു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ തല്ലിയിട്ട് താൻ എവിടുന്ന് പോത്തുമില്ലെന്ന്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എടാ നീ ഇതിന് അങ്ങനെ മറുപടി കൊടുത്തത്? അപ്പം പറഞ്ഞു, ഇതിപ്പോഴേ ഞാൻ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നാളെ ഇനിയും പുള്ളിക്കാരൻ എന്നെ അടിച്ചെന്നില്ല. ഇനി എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ അന്നേരം തിരിച്ചെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നമാവും. അപ്പൊ നമ്മൾ ഇതൊക്കെ മുളയിലെ നുള്ളിക്കഴിഞ്ഞാൽ അത് അവിടെ തീരും. നമ്മളാണ് ഇതിനെ മേക്ക് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതും. അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. അവൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നതുകൊണ്ട് സംശയം ചെന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ മാനേജർ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്, ഡോണ്ട് ബി സബ്മിസീവ്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് ഒരിക്കലും ചെന്ന് കയറി കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തമായിട്ടുള്ള ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടായിരിക്കണം. ആൻഡ് അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങളെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത്, നിങ്ങളുടെ സ്ട്രെങ്സ് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങൾ ഓരോ കാര്യത്തിനും ഇടുന്ന എഫേർട്ട് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇങ്ങനെയുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എപ്പോഴും നിങ്ങളെ താഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് കൂടുതൽ അഡ്മിറേഷൻ കിട്ടാൻ വേണ്ടി, അവർ കൂടുതൽ വലിയ ആളുകളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പറ്റി താഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ തമാശക്ക് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങളെ പറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ രണ്ടുപേരും അങ്ങോട്ടോ ഇങ്ങോട്ടും കളിയാക്കുന്ന പോലെ അല്ല പബ്ലിക് സ്പേസിൽ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, ഇപ്പൊ വർക്ക് സ്പേസിലായിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ ഇടയിലോ കൊളീഗ്സിന്റെ ഇടയിലോ ഒക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കമന്റ് വന്നാൽ കൂടി നിങ്ങൾ ഡൗൺ ആവുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയൊരു ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അയ്യോ ഞാൻ അങ്ങനെയാണോ എന്നുള്ളൊരു രീതിയിൽ സെൽഫ് ഡൗട്ട് വരികയും അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയും ചെയ്യും. ഇത് നാലാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് നല്ല കുറച്ച് കൂട്ടുകാരുണ്ടാവുക എന്നുള്ളത്. അതിപ്പോ നിങ്ങൾക്ക് തൗസൻഡ്സ് ഓഫ് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ 10,000 വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആയതുകൊണ്ടോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ
ഒരു പക്ഷെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യാൻ വന്നുകൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്നത് എണ്ണത്തിൽ കുറവാണെങ്കിലും ക്വാളിറ്റി ഉള്ള വളരെ കുറച്ച് 2-3 ആണെങ്കിലും മതി. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ പറ്റി നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളുകളുടെ ഒരു ക്ലോസ് സർക്കിൾ ആയിട്ട് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അവരെ വിളിച്ചും സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ അവരുണ്ടാവും. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തരം വൺസ് ഇൻ എ വൈൽ നിങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം എന്തെങ്കിലും ചെയ്യുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഒരു ലോങ് ടേമിൽ നിങ്ങൾ ഈ പാറ്റേൺ കീപ്പപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ NPD ഫ്രീ ടെസ്റ്റുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ടെസ്റ്റ് എടുത്ത് നോക്കാവുന്നതാണ്. പൊതുവെ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ ഒരു ഫീഡ്ബാക്ക് സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് അത് ഫേസ് ചെയ്യുന്ന ആളുകൾ, അതായത് ആളെ ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും കൂടുതലായിട്ട് ഒരു പ്രശ്നമാകും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ സമാധാനം പോകുന്നുണ്ട്, ലൈഫിന്റെ തന്നെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇതിന് കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതിന് നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇതിനെ പറ്റിയിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. ആൻഡ് ലാസ്റ്റിൽ ഇതിന്റെയൊക്കെ ഒരു കൺക്ലൂഷൻ ആയിട്ട്, അതായത് ഒരു കീ ടേക്ക് അവേ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്, ട്രീറ്റ് അതേഴ്സ് ദ സെയിം വേ ഹൗ യു വാണ്ട് ടു ബി ട്രീറ്റഡ്. അതായത് നിങ്ങളെ ഒരാൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുക. നിങ്ങൾ ഒരാളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ അടിക്കുകയാണെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ, അത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ മേടിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ ഗീവ് ആൻഡ് ടേക്ക്. അതിപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അളവ് തിരിച്ചു കിട്ടിയിരിക്കും. അപ്പോൾ കൊടുക്കുന്നതൊക്കെ കണ്ടറിഞ്ഞ് മാത്രം കൊടുക്കും. ആളുകളും ഈ ലോകത്ത് എപ്പോഴും നമ്മളെക്കാളും ബെറ്റർ ആളുകളും അതേപോലെ തന്നെ മോശം ആളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു ലൈഫാണ് വേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പുകളോ കാര്യങ്ങളോ അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അടുത്തൊരു വീഡിയോയിൽ കാണുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.